അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ കുഴപ്പമില്ല എന്ന് ഇമാം ഷൗക്കാനി പറഞ്ഞതായി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടം സംഘടനയിലേക്ക് വരുന്നവർക്ക് അങ്ങനെയുള്ളൊരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തായാലും ജിന്നിനോട് പ്രാർത്ഥിക്കൽ കുഴപ്പമില്ല എന്ന് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടില്ല. അതെവിടെയില്ല. ശുദ്ധ ശിർക്കല്ലേ. ഇമാം ഷൗക്കാനിനെ പോലത്തെ ഒരാള് പറയില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അവിടെ യാ ഇബാദല്ലാ എന്ന ദുർബലമായ ഒരു ഹദീസ്, അപ്പൊ ആ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിത ലോകം നടത്തിയ ചർച്ചകളുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് എന്തിനാ അപ്പൊ ദുർബല ഹദീസ് ചർച്ച നടത്തിയത്? അത് പല പണ്ഡിതന്മാരെടുക്കലും സ്വഹീഹ് ആയിട്ടുള്ള ഹദീസാണ് അവരെ വീക്ഷണപ്രകാരം. ഇനി സ്വഹീഹ് ആണ് അല്ലെങ്കിൽ ളഈഫ് ആണ്, രണ്ടും നോക്കുക. എന്നാലും ഇവിടെ അത് തെളിവായി കൊണ്ടു നടക്കുന്നൊരു ടീമുണ്ട്. ആ ടീം ആരാണ്? സൂഫികളാണ്, സമസ്തക്കാരാണ്. അവര് മരണപ്പെട്ടു പോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മറ്റുമൊക്കെ വിളിക്കാനുള്ള തെളിവായി ഹാജരാക്കണ തെളിവ് ഒന്നെന്താണ്? ഈ ഹദീസാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ കണ്ടതല്ല അതിലെ തെളിവ്. ആ ദുർബലമായ സംഭവത്തിന്റെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ നോക്കിയാൽ ഇത് മരിച്ചവരെ കുറിച്ചല്ല, ഇത് മലക്കുകൾ, ജിന്നുകൾ എന്ന അള്ളാന്റെ അടിമകളെ കുറിച്ചാണ്. അപ്പൊ അതിനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അവര് സൃഷ്ടികളാണ്, അവര് മനുഷ്യന്മാർക്കിടയിലുണ്ട്, അവര് പലയിടത്തും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ആ പറയൽ അതിൽ ശിർക്ക് വരുന്നില്ല. കാരണം എന്താ? അത് അഭൗതിക മാർഗത്തിലൂടെയുള്ള ഒരു വിളിയല്ല. അഭൗതിക മാർഗത്തിലൂടെയുള്ള വിളിയാകണമെങ്കിൽ അത് റബ്ബിനെ മാത്രമേ പറ്റുള്ളൂ. അല്ലല്ലാത്ത ഒരാളെയും വിളിക്കാൻ പറ്റൂല. എന്തേലും ഒച്ച കേട്ടപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സഹായിക്കട്ടോ എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ എന്തില്ല? ശിർക്കില്ല. അതിനെ ഇവര് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? അവിടെ ആ തേട്ടത്തിൽ ആ തേടിയാൽ അത് ശിർക്കല്ല എന്ന് ആ തേട്ടത്തെ ഇവരെന്താക്കി മാറ്റി? അഭൗതിക മാർഗത്തിലൂടെയുള്ള തേട്ടാക്കിയിട്ട് മാറ്റി. ശരിക്ക് ജബ്ബാർ മൗലവി റഹിമഹുല്ലാ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ചോദ്യമല്ല, അസാധാരണമായ ചോദ്യമല്ല, സൃഷ്ടിയുടെ കഴിവിൽ പെടാത്തതല്ല. ഈ മൂന്ന് കാര്യം പറഞ്ഞതോടുകൂടി എന്തായി? ഇത് പ്രാർത്ഥനയാകുന്ന ഒരു സഹായത്തേട്ടല്ല എന്ന് ഉറപ്പായി. അതിനെ പിന്നെ വളച്ചൊടിച്ചുകാണ്ട് പറയുകയാണ്. ഇത്ര ഉള്ളൂ.